ഹായ് ഹലോ നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10,000 രൂപയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്മാർട്ട് ഫോൺസിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു 10,000 രൂപയ്ക്കുള്ളിലുള്ള കാറ്റഗറിയിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ചെയ്യുന്നത് ഈ ഒരു 10,000 രൂപയ്ക്കുള്ളിൽ വന്നിട്ട് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസൊക്കെ ചോദിക്കും. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് 10,000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ പർച്ചേസ് ചെയ്യരുത്. പെർഫോമൻസ് ഒക്കെ തരുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ ഉണ്ട്, പക്ഷേ അതൊരു ഗെയിമിംഗ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തത്. കാരണം അങ്ങനെ ഗെയിമിംഗ് കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസം ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ഗെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മാർട്ട് ഫോൺസിൻ്റെ കൊട്ട് തീരും. അതുകൊണ്ട് തന്നെ അണ്ടർ 10,000 സെഗ്മെൻറ്റിൽ ഒരിക്കലും ഗെയിമിംഗ് നോക്കരുത്. ഓക്കെ, ഒരു നോർമൽ പെർഫോമൻസ്, അത്യാവശ്യം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, പിന്നെ അത്യാവശ്യം ബ്രൗസിങ്ങും കാര്യങ്ങൾ, സിനിമ കാണൽ പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റുള്ള സ്മാർട്ട് ഫോൺസൊക്കെ തന്നെ മതി. അപ്പം നമുക്ക് ഏതൊക്കെയാണ് സ്മാർട്ട് ഫോൺസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ ഞാൻ കോമൺ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ ഒന്നാമതെന്ന് പറയുന്നത് മിനിമം 4GB 64GB റാമാണ്. നിങ്ങൾ ഈ 10,000 സെഗ്മെൻറ്റിൽ പോയിട്ട് ഒരിക്കലും 4GB താഴെയുള്ള ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ 464GB ആയിരിക്കും നമ്മൾ ഈ പറയുന്ന സ്മാർട്ട് ഫോൺസ് എല്ലാത്തിലും വരുന്നത്. അതുപോലെ 5000 mAh ബാറ്ററി ഉണ്ടാവും. പിന്നെ മിനിമം ഒരു 6.5 ഇഞ്ച് സ്ക്രീൻ ഉണ്ടാവും. HD+ ഡിസ്പ്ലേ ആയിരിക്കും എല്ലാ സ്മാർട്ട് ഫോൺസിലും വരുന്നത്. എല്ലാത്തിലും ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടാവും. എല്ലാത്തിൻ്റെ മിനിമം ക്യാമറ ഒരു 13 MP മുകളിലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഞാൻ പറയുന്ന സ്മാർട്ട് ഫോൺസ് കോമൺ ആണ്. ഇനി എക്സ്ട്രാ ഉള്ളത് ഞാൻ ആ സ്മാർട്ട് ഫോൺസ് പറയുന്ന സമയത്ത് പറയാം. നമ്മുടെ ലിസ്റ്റിലുള്ള ആദ്യത്തെ സ്മാർട്ട് ഫോൺ മോട്ടോ E32s ആണ്. ഇതിൽ നമുക്ക് MediaTekൻ്റെ Helio G37 പ്രോസസ്സറാണ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു പ്യുവർ സ്റ്റോക്ക് ആൻഡ് ഡോട്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരിക്കലും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ അല്ല. ഒരു ഹൈ പെർഫോമൻസ് സ്മാർട്ട് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഹൈ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് പെർഫോമൻസിന് മുകളിൽ നിൽക്കുന്ന സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു ഡിവൈസ് നോക്കണ്ട. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം, നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. കാരണം ഒരു ക്ലീൻ UI എക്സ്പീരിയൻസ് കിട്ടും. അതായത് നമ്മളിപ്പം മറ്റ് സ്മാർട്ട് ഫോൺസൊക്കെ വാങ്ങിക്കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ ആവശ്യമില്ലാത്ത പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ബ്രോഡ്വേഴ്സും കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പം പർച്ചേസ് ചെയ്ത് കൊടുക്കുക, ഫ്രീ ആയിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിവൈസാണിത്. ഇതിനകത്തിൽ ഒരു 10 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് Realme C31 ആണ്. ഈ ഒരു ഡിവൈസിൽ യൂണിസോക് T612 എന്ന് പറയുന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ മോട്ടോയുടെ അതേ സെയിം സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ്. 10 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഇതിൽ വരുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് ഒരു പൊടിക്ക് മുന്നിലായിരിക്കും റിയൽമി. അത്രേ ഉള്ളൂ വ്യത്യാസം. അടുത്തൊരു ഡിവൈസ് എന്ന് പറയുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 12 Play എന്ന് പറയുന്ന ഡിവൈസാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ യൂണിസോക് 610 ആണ്. ആൻഡ് ഇതാണ് 10,000 സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു 90 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഡിവൈസാണിത്. അടുത്ത ഡിവൈസ് ഇൻഫിനിക്സ് ഹോട്ട് 11 2022 വെർഷനാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ യൂണിസോക് T610 ആണ്. ഇവിടുത്തെ പ്രത്യേകത 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കി സ്മാർട്ട് ഫോൺസിലെല്ലാം തന്നെ HD+ ഡിസ്പ്ലേ ആണ്. ഇതിൽ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. ആൻഡ് ബാക്കി സ്പെസിഫിക്കേഷൻസ് എല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇനി നിങ്ങൾ ഒരു 10,000 ഉള്ളിൽ അത്യാവശ്യം ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ് Redmi 10. 10,500 രൂപയ്ക്ക് അടുത്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില വരുന്നത്. പക്ഷേ വെർത്താണ്, കൊടുക്കുന്ന ഓരോ പൈസയ്ക്കും വെർത്തായിട്ടുള്ളൊരു ഡിവൈസാണ്. സ്നാപ്ഡ്രാഗൺ 680 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഇപ്പോഴും പല 15,000 രൂപയ്ക്കുള്ള സ്മാർട്ട് ഫോണിൽ പോലും ഈ ഒരു പ്രോസസ്സർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അതേപോലെ ബാക്കി എല്ലാത്തിലും 10 വാട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കേസ് വരുന്ന സമയത്ത് 50+2 MP ക്യാമറ വരുന്നുണ്ട്. ബാക്കി എല്ലാത്തിലും 13 MP ആണ്. ഇതിൽ 50 MP പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അപ്പം ഓവറോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ്മി എന്ന ബ്രാൻഡ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺ Redmi 10 തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.